ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിംഫുകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ഒരുപക്ഷെ പൂമ്പാറ്റകളെപ്പോലെ ചിറകുകളുള്ള, കാട്ടിലൂടെ പാറി നടക്കുന്ന സുന്ദരികളായ ദേവതകളായിരിക്കും, അല്ലേ? എന്നാൽ ഇതൊക്കെ ആധുനിക കാലത്തെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. പുരാതന ഗ്രീക്കുകാർ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വസിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കെട്ടുകഥകളൊക്കെ പൂർണ്ണമായും പൊളിച്ചെഴുതേണ്ടി വരും. നഷ്ടപ്പെട്ടുപോയ ആ പഴയ ലോകവീക്ഷണത്തെക്കുറിച്ചുള്ള ഈ രസകരമായ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടുനോക്കൂ. ഇത് നമ്മളെ വളരെ വ്യത്യസ്തമായ, അല്പം നിഗൂഢമായൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മളൊരു കാട്ടിലൂടെ നടക്കുകയാണ്. അവിടെയുള്ള ഓരോ അരുവിയും, നദിയുടെ ഓരോ വളവും, ഓരോ പർവ്വതവും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, വെറുമൊരു കാഴ്ചയായിരുന്നില്ല പ്രകൃതി. ജീവസുറ്റ ഒരു സജീവ സാന്നിധ്യമായിരുന്നു അത്. തിരികെ നോക്കുന്ന ഒരു ലോകം, ആനിമിസ്റ്റിക് യാഥാർത്ഥ്യം. വലിയ മാർബിൾ ക്ഷേത്രങ്ങളും സങ്കീർണമായ തത്വചിന്തകളുമൊക്കെ ഉണ്ടാകുന്നതിനും വളരെ മുൻപ് മനുഷ്യർക്ക് ഭൂമിയുമായി വളരെ ആഴത്തിലുള്ള അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അവർക്ക് ചുറ്റുമുള്ള പ്രകൃതി നിർജീവമായ ഒന്നായിരുന്നില്ല, അതിന് ജീവനുണ്ടായിരുന്നു. വെറുമൊരു അലങ്കാരമല്ല യാഥാർത്ഥ്യം. നിംഫുകളെ മനസ്സിലാക്കൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ ആത്മാക്കൾ? അവർ സാധാരണ മനുഷ്യരെപ്പോലെ പെട്ടെന്ന് മരിക്കുന്നവരായിരുന്നില്ല. എന്നാൽ ഒളിമ്പ്യൻ ദൈവങ്ങളെപ്പോലെ അനശ്വരരുമായിരുന്നില്ല. അവർക്ക് ജീവനുണ്ടായിരുന്നത് അവർ വസിച്ചിരുന്ന ഭൗതിക വസ്തുക്കളിലൂടെയാണ്. അതായത്, ഒരു മരത്തിലോ അരുവിയിലോ ആണ് ഒരു നിംഫ് വസിച്ചിരുന്നതെങ്കിൽ ആ മരത്തിന്റെയോ അരുവിയുടെയോ ആയുസ് തീരുന്നതുവരെ ആ നിംഫും ജീവിച്ചിരുന്നു. ഓണ്ടോളജി എന്നുവെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളൊരു വിശ്വാസമാണത്. ഒരു ആത്മാവ് ഒരു മരത്തിൽ ജീവിക്കുന്നു എന്ന് പുരാതന ഗ്രീക്കുകാർ പറഞ്ഞാൽ അത് വെറുമൊരു കവിതയോ കാൽപ്പനികമായ അലങ്കാരമോ ആയിരുന്നില്ല. ആത്മീയതയും ഭൗതികതയും തമ്മിൽ യാതൊരു അതിർവരമ്പുകളുമില്ലാത്ത അക്ഷരാർത്ഥത്തിലുള്ള വലിയൊരു യാഥാർത്ഥ്യമായിരുന്നു അത്. ഇതൊന്ന് നോക്കൂ. നിംഫുകളെന്ന് പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഏതോ 12 ദൈവങ്ങളുടെ കൂട്ടമൊന്നുമല്ലായിരുന്നു. അവർ ആയിരക്കണക്കിന് വരുമായിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വവും പാരമ്പര്യവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ശുദ്ധജല അരുവികളിലെ നയാഡുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ക്ലിയോ എന്ന നദീദേവത. അവർക്ക് സ്വന്തമായൊരു ചരിത്രം തന്നെയുണ്ട്. ഓക്ക് മരങ്ങൾക്കും കടലിനും നദികൾക്കുമൊക്കെ ഇതുപോലെ പ്രത്യേക നിംഫുകളുണ്ടായിരുന്നു. എന്ത് ഗംഭീരമായൊരു സങ്കല്പമാണല്ല. സിയൂസിനേക്കാൾ ശക്തർ, പ്രാദേശിക ദൈവികത. ഈ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. ഗ്രാമീണ ഗ്രീസിലെ ദൈവിക ശ്രേണിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ പൂർണ്ണമായും തലകീഴായി മറിക്കുന്ന ഒന്നാണിത്. നമ്മളെപ്പോഴും കരുതിയിരുന്നത് വലിയ ഒളിമ്പ്യൻ ദൈവങ്ങളാണ് ഏറ്റവും ശക്തരെന്നാണ്, അല്ലേ? ദൂരെയുള്ള, ഒരിക്കലും തൊടാനാകാത്ത ദൈവങ്ങൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവരാണ്. എന്നാൽ മറുവശത്ത് എപ്പോഴും ഭൂമിയുമായി ലയിച്ചു ചേർന്ന നിംഫുകൾ. ഒന്നാലോചിച്ചു നോക്കൂ. സ്വന്തം കിണറ്റിലെ വെള്ളം വറ്റിപ്പോകുന്ന ഒരു ഗ്രാമീണ കർഷകന് ആകാശത്തിരിക്കുന്ന സ്യൂസ് എന്ന വലിയ ദൈവത്തെക്കാൾ എത്രയോ മടങ്ങ് പ്രാധാന്യവും ശക്തിയുമുള്ളത് ആ കിണറ്റിലെ പ്രാദേശിക നിംഫിനായിരുന്നു. കാരണം ആ നിംഫായിരുന്നു അപ്പോൾ അവരുടെ ജീവന്റെ ആധാരം. ഇതൊക്കെ വെറും കിട്ടുകഥകളാണെന്ന് തോന്നുന്നുണ്ടോ? 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗസാനിയാസ് എന്ന പ്രശസ്തനായ സഞ്ചാരി ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർഷകരും യാത്രക്കാരും അവരുടെ നിലനിൽപ്പിനായി നിംഫുകളെ ആരാധിച്ചിരുന്ന ആർക്കേഡിയയിലെ ഗുഹകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ക്ഷേത്രങ്ങളോ ആർമാടങ്ങളോ ഒന്നുമില്ലാതെ നിംഫുകളുടെ സാന്നിധ്യം അറിയിക്കാൻ ബോധപൂർവം അടുക്കിവെച്ച കല്ലുകളും വളരെ ലളിതമായ വഴിപാടുകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വന്യവും അനിയന്ത്രിതവും നഗരമതിലുകൾക്ക് അപ്പുറം. നിംഫുകൾ എപ്പോഴും വളരെ ശാന്തരും സ്നേഹമയികളുമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. നഗരമതിലുകൾക്ക് പുറത്തുള്ള വന്യതയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യാതൊരു ബഹുമാനവുമില്ലാതെ ഒരാൾ അവരുടെ പുണ്യസ്ഥലങ്ങളിലേക്ക് കടന്നുചെന്നാൽ അവരെ പൂർണ്ണമായും തകർക്കാൻ പോന്നത്ര വന്യവും അപകടകരവുമായിരുന്നു നിംഫുകൾ. നിംഫോലെപ്സി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? വന്യമായ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഒരുതരം ദൈവീക ഉന്മാദമായിരുന്നു ഇത്. മനുഷ്യന്റെ യുക്തിയെ മുഴുവൻ തകർത്തെറിയുന്ന ഒരവസ്ഥ. മനുഷ്യന്റെ നാഗരികത എത്രയൊക്കെ ശ്രമിച്ചാലും നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒരിക്കലും മെരുങ്ങാത്ത വന്യമായ ശക്തികളുടെ പ്രതീകമായിരുന്നു നിംഫുകൾ എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇവർ ആരുടെയൊക്കെ കൂടെയാണ് നടന്നിരുന്നതെന്ന് നോക്കൂ. പാൻ, ഡയോനിസസ് തുടങ്ങി പരിധികളില്ലാത്ത വന്യതയുടെയും ഉന്മാദത്തിന്റെയും ദൈവങ്ങളായിരുന്നു അവരുടെ കൂട്ടാളികൾ. ഹീരയുടെ കോപത്തിൽ നിന്ന് ഡയോനിസസിനെ സംരക്ഷിക്കാൻ രഹസ്യമായി വളർത്തിയതുപോലും നിംഫുകളായിരുന്നു.
പുരാതന കാലത്തെ ലഹരി പിടിപ്പിക്കുന്ന ദൈവിക കഥകളെ രൂപപ്പെടുത്തുന്നതിൽ ഇവർക്കെത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഓവിഡിന്റെ മെറ്റമോർഫോസിസ് എന്ന കൃതിയിൽ പറയുന്ന ചില അത്ഭുതകരമായ ശാരീരിക മാറ്റങ്ങളിലേക്കാണ് ഇത് നമ്മെ എത്തിക്കുന്നത്. മനുഷ്യനും ദൈവവും ഭൂപ്രകൃതിയും തമ്മിലുള്ള അതിർവരമ്പുകൾ പൂർണ്ണമായും അലിഞ്ഞുചേരുന്ന ഒരവസ്ഥ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം ഇവിടെ വളരെ സ്വാഭാവികമാണ്. ഈ ചെറിയ കഥകളൊന്ന് കേട്ടുനോക്കൂ. വളരെ നാടകീയമാണിവ. അപ്പോളോയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ലോറൽ മരമായി മാറുന്ന ഡാഫ്നെ, സ്വന്തം ശരീരം നഷ്ടപ്പെട്ട് വെറുമൊരു ശബ്ദം മാത്രമായി പാറകളിൽ അലിഞ്ഞു ചേരുന്ന എക്കോ, ഒരു നദീദേവനിൽ നിന്നും രക്ഷപ്പെടാൻ സിസിലിയിലെ ഒരു അരുവിയായി സ്വയം മാറുന്ന അരത്തുസ്സ. ഈ കഥകളൊക്കെ തെളിയിക്കുന്നതെന്താണ്? നിംഫുകളെ ഒരിക്കലും ഒളിമ്പിയൻ നിയമങ്ങൾക്കുള്ളിൽ തളച്ചിടാൻ കഴിയില്ല. നഗരം വിട്ട് കാട്ടിലേക്കിറങ്ങുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രവചനാതീതമായ സാന്നിധ്യമായിരുന്നു അവർ. നമ്മൾ കാണാൻ മറന്നുപോയത് അപ്രത്യക്ഷമാകുന്ന പ്രാധാന്യം. കാലം കടന്നുപോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നഗരങ്ങളിലെ മതവിശ്വാസങ്ങളും ഏകദൈവ വിശ്വാസവും പതിയെ ശക്തമായി. എല്ലാം നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിനതീതനായ ഒരൊറ്റ ദൈവമെന്ന ചിന്താഗതി വന്നതോടെ അവിടെ പ്രാദേശിക ആത്മാക്കൾക്കോ ഈ നിംഫുകൾക്കോ യാതൊരു സ്ഥാനവുമില്ലാതായി മാറി. അതുകൊണ്ട് ആരും നിംഫുകളെ ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തതല്ല. പകരം പുതിയ ലോകവീക്ഷണങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒരിക്കൽ പ്രകൃതിയിലെ പവിത്രമായ സാന്നിധ്യമായിരുന്ന അവർ കാലക്രമേണ വെറും നാടോടിക്കഥകളിലെയും മുത്തശ്ശിക്കഥകളിലെയും ചിറകുള്ള കാട്ടുദേവതകൾ മാത്രമായി ചുരുങ്ങിപ്പോയി. അപ്പോൾ അവസാനമായി നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിംഫുകൾ യഥാർത്ഥത്തിൽ അപ്രത്യക്ഷരായതാണോ? അതോ പ്രകൃതിയെ നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും മാറിയതാണോ? പണ്ട് ഗ്രീക്കുകാരെ പ്രകൃതി ശ്രദ്ധിച്ചിരുന്നതുപോലെ ഇന്നും ഈ മരങ്ങളും കാറ്റും പുഴകളുമൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടാകാം. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ നമ്മൾ ശീലിച്ചു പോയതാകാം, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ഇത് നമ്മളിൽ പുതിയ ചില തിരിച്ചറിവുകളുണ്ടാക്കും.